ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. മനനശിഖരത്തിൻ്റെ ഈ ലക്കത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഇന്ന് നാം ധ്യാനിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വളരെ സംഗതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നീ ഇത് വിശ്വസിക്കുന്നുവോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിന് അടിസ്ഥാനം. യേശുക്രിസ്തു അവിടെ പറയുന്നതായിട്ടുള്ള കാര്യമാണ്, ഞാൻ പുനരുദ്ധാനവും ജീവനും ആകുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു എന്ന് പറയുന്നതിലൂടെ യേശു അത് തന്നെ ആകുന്നുവെന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. നാം ഇത് വിശ്വസിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം അത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു സുവിശേഷമാണ്. യേശുക്രിസ്തു തൻ്റെ ഈ സുവിശേഷത്തിലൂടെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, താനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശ്വസിക്കുന്നവരും ആകണം എന്നുള്ള വലിയ യഥാർത്ഥത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം. യേശുക്രിസ്തു പറയുകയാണ്, യേശുക്രിസ്തു ജീവൻ ആകുന്നു. ജീവന ഇടങ്ങൾ നിഷേധിക്കപ്പെടുകയും ജീവിത സാഹചര്യങ്ങൾ തിരസ്കരിക്കുകയും ചെയ്യപ്പെടുന്ന ഈ നാളുകളിൽ സഭയോട് പറയുന്നതായിട്ടുള്ള കാര്യമാണ്, വിശ്വാസ സമൂഹത്തോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്, അവർ ജീവൻ ആയിരിക്കണം. ജീവൻ പ്രദാനം ചെയ്യുകയും ജീവന് ഉപാധികളായി ഭവിക്കുകയും ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. വീണ്ടും കർത്താവ് പറയുകയാണ്, താൻ പുനരുദ്ധാനമാകുന്നു. പുനരുദ്ധാനം എന്നത് പ്രത്യാശയില്ലാത്ത പരാജയങ്ങളുടെയും അജയങ്ങളുടെയും ഒക്കെ ഇടങ്ങളിൽ ജയസാധ്യതകളെ അറിയിക്കുക എന്നാണ്. ഇല്ലായ്മകളുടെ ഇടയിൽ ധാരാളിത്വത്തിലുപരി പ്രത്യാശയുടെ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുവാനും സഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. നാം ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള കാര്യമാണ്, നാം ജീവൻ പകരുന്നവർ ആകണം, ജീവനെ പരിപോഷിക്കുന്നവർ ആകണം. നാം പ്രത്യാശയുടെ ഉദ്യാനങ്ങൾ നടുന്നവരും നനയ്ക്കുന്നവരും വളർത്തുന്നവരും ആകണം. പ്രത്യാശയില്ലാത്ത ഇടങ്ങളിൽ പ്രത്യാശയും ജീവന് ഹനിക്കപ്പെടുന്ന ഇടങ്ങളിൽ ജീവനുമായി ഭവിക്കുവാൻ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചോദ്യം വളരെ സംഗതമാണ്. നാം ഇത് വിശ്വസിക്കുന്നുവോ? നാം ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം ജീവനും പുനരുദ്ധാനത്തിൻ്റെയും ആധാരവും തുടർച്ചയുമായി ഭവിക്കും. ഈ നോമ്പ് ധ്യാനം അതിലേക്ക് നമ്മളെ സഹായിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.